എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം വിനയപൂർവ്വം ഈ പൊളിറ്റിക്കൽ വിഷങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രമിച്ചിട്ടും ഈ സംഘടന, ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ, വളർന്നോ തൊലഞ്ഞോ? ഇലക്ട്രിക് പോസ്റ്റിൽ വെള്ളം കോരിയാ വളരില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ ആയിരുന്നില്ലേ യൂത്ത് കോൺഗ്രസ്? എന്തായി? ഷാഫി പറമ്പലിനെയും ഇവിടെ വന്ന് തമ്പടിച്ച് പ്രവർത്തിച്ച വേറൊരു വേജ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ രണ്ടുപേരെയും ഒരു കാര്യം DYFI ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഈ വടക്കൻ മലബാറിൽ ലീഗിന്റെ മേലത്തു ചാരി നിന്ന് വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെരുവ് ചട്ടമ്പിയായി ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അധപ്പതിച്ചുപോയി, മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞു പോരുത്. കിരീട സിമന് പറയല്ലോ, ഞാനും മറ്റേ അടിക്കാൻ ആരണ്ടെന്ന് വെച്ചിട്ട് നടക്കുന്നൊരു രംഗമുണ്ടല്ലോ, അതുപോലെയാണ് ലീഗിന്റെ പെടലേക്ക് ചാരി നിൽക്കാൻ. എവിടെ കോൺഗ്രസ് എവിടെ? ഇവിടെ വന്ന വ്യാജ പ്രസിഡന്റിന്റെ ജില്ല പത്തനംതിട്ടയാണ്. ആ പത്തനംതിട്ട ജില്ല രൂപീകരിച്ച ഘട്ടത്തിൽ കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന യശശരീരനായിരുന്ന ശ്രീ ലീഡർ കെ കരുണാകരൻ പറഞ്ഞൊരു വാചകമുണ്ട്, ലീഗിന് മലപ്പുറം എന്ന പോലെ കോൺഗ്രസിന് മാത്രം ജയിക്കാനായി ഇതാ ഒരു ജില്ല പിറന്നിരിക്കുന്നു, ആ ജില്ലയുടെ പേരാണ് പത്തനംതിട്ട എന്നാണ്. കോൺഗ്രസിന് മാത്രം എങ്ങനെ എടുത്താലും കോൺഗ്രസ് ജയിക്കുള്ളൂ. അന്ന് ലീഡർ പറഞ്ഞത് കോൺഗ്രസിന് മാത്രമുള്ള ജില്ലയാണ്. ശരിയായിരുന്നു അത്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ ആ പത്തനംതിട്ട ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കേരള നിയമസഭയിലുള്ള ഒരു എണ്ണം എത്രയായിപ്പോ? 0 KPCCയുടെ ആസ്ഥാന മന്ദിരമിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കേരള നിയമസഭയിൽ കൈപ്പത്തിക്കാർ എത്ര പേർ? 1. എവിടെ പോയി കൈപ്പത്തി? കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് അടക്കി വാണിരുന്ന മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലായിട്ട് എത്രയോ കാലമായി. കോൺഗ്രസിന്റെ ASUവിന്റെ ഒരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്ന, കോൺഗ്രസിന് തന്നെ പിറവി കൊടുത്തു എന്ന് പറയാമെങ്കിൽ പറയാവുന്ന ഒരു ജില്ല ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴയിൽ നിന്ന് രമേശ് ചെന്നിത്തലയൊഴികെ വേറൊരാൾ കേരള നിയമസഭയിലേക്ക് എത്തിയിട്ട് എത്ര കാലായി? എല്ലാം പോട്ടെ, ഇടുക്കി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ ഇടുക്കിയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തിയിട്ട് 20-ലേറെ വർഷം പിന്നിട്ടു. ഇവിടെ കോൺഗ്രസ് തകർന്നു. KPCCയുടെ ആസ്ഥാന മന്ദിരമിരിക്കുന്ന തിരുവനന്തപുരം, ആ തിരുവനന്തപുരം നഗരസഭയിൽ ആകെയുള്ളത് 100 സീറ്റ്. ഔട്ട് ഓഫ് 100 100ൽ എത്രയുണ്ട് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ എന്നറിയോ? 9. രണ്ടക്ക നമ്പർ കടന്നിട്ടില്ല. കേരളത്തിൽ എവിടെയാണ് കോൺഗ്രസ്? മലബാറിൽ കോൺഗ്രസ് ഉണ്ടോ? ലീഗുണ്ട്. ആ ലീഗിന്റെ പെട്ടലേക്ക് ചാരി നിന്നിട്ട് വർത്തമാനം പറയാണ്, വീരസം പറയാണ്. വെലിഞ്ഞ് ശോഷിച്ചു പോയ, ചുമച്ച് ക്ഷയം വന്നു പോയ ഒരു തെരുവ് ഗുണ്ട, ആ ഗുണ്ടയുടെ പേരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി. എങ്ങനെ മാറി? ഞാൻ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. തരം പോലെ നിങ്ങളെടുത്ത വർഗീയ നിലപാടുകളാണ്. നിങ്ങൾ നുണകൾ പ്രചരിപ്പിച്ചു. ഒരു ചെറിയ കാലത്തേക്ക് നുണകൾക്ക് ഒരു പക്ഷേ ആയുസ്സുണ്ടാകും. ചെറിയൊരു കാലത്തേക്ക് നിങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, വർഗീയ നിലപാടുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കാലത്തേക്ക് ആയുസ്സുണ്ടാകും. പക്ഷേ അതിനപ്പുറത്ത് ഒരു ഘട്ടത്തിലും അത് വാടില്ല. ജനം സ്വീകരിക്കില്ല. ജനം നിങ്ങളെ തിരസ്കരിക്കും. നിങ്ങളിൽ അവിശ്വാസമായിരിക്കും ആകത്തുക. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുമ്പോ ആ ബാബറി മസ്ജിദ് തകർക്കലിന് എല്ലാ കാഴ്ചക്കാരായി നോക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും ഇതര അർദ്ധ സൈനിക വ്യൂഹങ്ങളും തോക്കിൻകുടലുകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് നോക്കി നിൽക്കവേ ബാബറി മസ്ജിദിന്റെ ഒടുവിനത്തെ താഴികക്കുടവും സംഘപരിവാർ തകർത്തെറിഞ്ഞു സരയുവിന്റെ തീരത്ത്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാര കസേരയിൽ. കോൺഗ്രസ് അന്ന് മനസ്സിൽ കരുതിയത് എന്തായിരുന്നു? ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമെന്നായിരുന്നില്ലേ? പള്ളി പൊളിക്കുന്നത് തടയാൻ പട്ടാളത്തെ വിട്ടാൽ, അരുതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പിന്തുണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി വർഗീയതക്കെതിരെ നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാതെ വർഗീയതയോട് സന്ധി ചെയ്തതിന്റെ ഉദാഹരണമാണ് 1992 ഡിസംബർ 6. പോട്ടെ, പള്ളി പൊളിച്ചു.
ഈ രാജ്യത്തിന്റെ സമഗ്ര അധികാര കേന്ദ്രങ്ങളും സ്വന്തം കൈപ്പിടിയിലിരിക്കവേ ആ പള്ളി തകർത്ത കേസിലെ ഏതെങ്കിലും ഒരു പ്രതിയെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാക്കി ജയിലിലടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. എന്തേ കഴിഞ്ഞില്ല? എന്തേ ചെയ്തില്ല? കാരണം മറ്റൊന്നുമായിരുന്നില്ല. പള്ളി പൊളിച്ച കൈകളിൽ കയ്യാമം വെച്ചാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാകുമോ എന്ന ചിന്ത മാത്രമായിരുന്നു കോൺഗ്രസിനെ നയിച്ചത്. ആ ചിന്ത കോൺഗ്രസിനെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചുവെന്ന് ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പലതവണ ചിന്തിക്കേണ്ടി വരികയാണ് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്. ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പിന്നെ നിലം തൊട്ടോ? നിങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്തത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെടുത്ത ചെറിയ നിങ്ങളുടെ ഈ പറയുന്ന നിലപാട് വ്യതിയാനങ്ങൾ കോൺഗ്രസ് ചിന്തിക്കണം. ശാശ്വതമായി നിങ്ങൾക്ക് വളം നൽകിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വെളിച്ചമായിട്ടുണ്ടോ? കോൺഗ്രസ് ചിന്തിക്കുക. എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നിങ്ങളിത് നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് വർഗീയതക്കെതിരായ നിലപാടാണ്. എല്ലാം കഴിയും. ഈ നിമിഷം നിങ്ങൾ നോക്കൂ, പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു പ്രകടനം നടത്താൻ പറ്റുന്നില്ല. പാലസ്തീൻ വിഷയത്തിൽ രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിൽ പോലും ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസിന്റെ നാവ് ഉയരുന്നില്ല. എന്തേ കാരണം? പാലസ്തീൻ അനുകൂലമായി സംസാരിച്ചാൽ ഇസ്രായേലിന്റെ വേട്ടപ്പട്ടികൾ അവിടെ പാവപ്പെട്ട മനുഷ്യരെ ആക്രമിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓരോ ശിശുരോധനത്തിലും കേൾപ്പുനാം ഒരു കോടീശ്വര വിലാപം എന്ന പോൽ അവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ഞങ്ങളുടെ വോട്ടിനെ എങ്ങനെ ബാധിക്കും? വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും? ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് പ്രശ്നമാകുമോ? ഇതെല്ലാമല്ലേ നിങ്ങളുടെ ചിന്ത?